ഈ അടിയന്തരാവസ്ഥയുടെ 630 ദിവസങ്ങളിൽ ഏതൊക്കെ പാർട്ടികളാണ് കൃത്യമായി അതിൽ ഇടപെട്ടത്, തെരുവിലിറങ്ങിയത്, ആരൊക്കെയാണ് പോലീസിന്റെ നരനായാട്ടിന് കേരളത്തിലടക്കം ഇരയായത് എന്നതൊക്കെ കേരള ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. അതിൽ RSSകാരും ഉണ്ട്. മലബാറിലടക്കം RSSകാരടക്കം തെരുവിൽ പിടഞ്ഞു വീണിട്ടുണ്ട്. പോലീസിന്റെ ബൂട്ടിന് കീഴിൽ അവർ ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടുണ്ട്. CPIMകാർ നേരെ അങ്ങ് ജയിലിലേക്ക് പോവുകയായിരുന്നു. തെരുവിൽ കിടന്ന് ഇതുപോലെ സമരം നയിച്ച എത്ര CPIMകാരുണ്ട് എന്നതുകൂടി ഇവിടെ CPIMന് വേണ്ടി ബാധിക്കുന്ന ആളുകളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആ പോരാട്ടത്തിൽ മനസ്സിലാക്കി തരാം. അടിയന്തരാവസ്ഥയിൽ RSS ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഞാൻ താങ്കളെ അല്ലല്ലോ കണ്ടസ്റ്റ് ചെയ്തത്. ഞാൻ ഡോക്ടർ അരുൺ എന്ന് പറയും താങ്കളെ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മി ജെയിംസ് എന്ന് പറയും, സ്മൃതി പരുത്തിക്കാട് എന്ന് പറയണം. ആൻഡോ സാർ ഇവിടെ ചോദിച്ചു RSS അന്നൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. ഉണ്ടായിരുന്നു, അത് പറയാനാണ് ഞാൻ അതിലേക്ക് വന്നത്. RSS അന്ന് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്ത് സമരം നയിച്ചതും ജയിലിൽ പോയി കിടന്നതും തെരുവിൽ കിടന്നതും ഒക്കെ RSSകാർ തന്നെയാണ്. അത് വേറെ മറ്റൊരു പേരിലുമല്ല, RSS എന്ന പേരിൽ തന്നെയാണ് സമരം നയിച്ചത്. ആ സമരത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ എന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു അടവ് നയമായി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണോ എന്നതാണ്. അടവ് നയമായി പറഞ്ഞതൊന്നുമല്ല, അദ്ദേഹം ഉള്ളിലുള്ളതങ്ങ് പറഞ്ഞു വന്നപ്പോൾ അത് പാളിയും പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. MV ഗോവിന്ദന്റെ ആ അഭിമുഖത്തിൽ അദ്ദേഹം ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുകയാണ്. തൊട്ടിപ്പുറത്തിരിക്കുന്ന അഭിമുഖകാരൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ പെടുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടാകില്ല. എന്താണ് ഡോക്ടർ അരുൺ? എന്റെ അഭിപ്രായമാണ് അത് ഞാൻ പറയും. അല്ല, താങ്കൾ അസ്വസ്ഥനാകുന്നതിനാണ്. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ആൾ തന്നെയാണ് അഭിമുഖകാരൻ. അതെന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. ആ അഭിമുഖകാരൻ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള അപകടകരമായ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു MV ഗോവിന്ദൻ എന്ന ഇന്റർവ്യൂ ആദ്യം മുതൽ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ അഭിമുഖത്തിൽ ഇടയ്ക്ക് എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമാകുമെന്ന് അഭിമുഖകാരൻ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ ജിമ്മി ജെയിംസിന്റെ എത്രയോ പോയിന്റ് ബ്ലാങ്കുകളിൽ ഇതുപോലെയുള്ള വിവാദമായ എത്രയോ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അഭിമുഖകാരൻ അങ്ങോട്ട് സഹായിക്കുകയല്ല ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. കൂടുതൽ ഗ്രില്ല് ചെയ്ത് ഉത്തരങ്ങൾ എടുക്കുകയാണ്. ഇവിടെ ഗ്രില്ല് ചെയ്യുന്നതിന് പകരം വിവാദമാകും എന്നൊരു ഹിന്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞ അതിനുശേഷം ഈ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പർട്ടിക്കുലർ ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFനെ പിന്തുണച്ചില്ലേ എന്ന ചോദ്യത്തിൽ നിന്നാണല്ലോ ഈ ഉത്തരങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു വരുമ്പോൾ MV ഗോവിന്ദൻ തന്നെയാണ് ഇക്കാര്യങ്ങളിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഈ വിവാദമാകും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. അതൊരു ഒരു സഹായം പോലും MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് അടവും അറിയില്ല, നയവും അറിയില്ല. അദ്ദേഹം എങ്ങനെയോ ഇരുന്ന ഉത്തരം പറഞ്ഞു പോവുകയായിരുന്നു എന്ന് വേണം ആ അഭിമുഖം കണ്ടാൽ മനസ്സിലാക്കാൻ. ഇവിടെ അതിനുശേഷം അദ്ദേഹം അതിൽ RSS വർഗീയവാദികളാണ്, ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, RSSുമായി ഒരു ബന്ധവുമില്ല എന്ന CPIMന്റെ വാദം അതേപടി തന്നെ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. RSSും CPIMും ഏതെങ്കിലും കാലത്ത് ചേർന്ന് പോകാൻ കഴിയുന്ന പാർട്ടികളാണോ? രണ്ടിന്റെയും നയവും നിലപാടും എന്ന് പറയുന്നത് രണ്ടാണ്. RSS 1925 മുതലുണ്ട്. ഇപ്പോൾ 100 വർഷം ആവുകയും ചെയ്തു. ആൻഡോ സാർ, ഇടതുപക്ഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ 2010 അല്ല ആ പാർട്ടി എന്തായാലും ആ സംഘടന എന്തായാലും വന്നത്. ഇവിടെ അടിയന്തരാവസ്ഥ ഘട്ടം വന്നപ്പോൾ ഈ അഭിമുഖത്തിൽ ഇന്നലെ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ പറയുന്നത് അടിയന്തരാവസ്ഥ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നു. അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല, യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ആ കിരാത നയത്തിനെതിരെ യോജിക്കുന്നവരെല്ലാവരും യോജിച്ച് സമരം ചെയ്യുക. അതാണ് സിമ്പിളായി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ 630 ദിവസങ്ങളെക്കുറിച്ച് വായിച്ചു നോക്കിയാൽ അന്ന് യോജിക്കേണ്ടവരെല്ലാം യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അതിൽ RSSും ഉണ്ടായിരുന്നു. RSS ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട. ഞാൻ ഡോക്ടർ അരുൺ നല്ല മറുപടി പറഞ്ഞത്. ആൻഡോ സാർ പറഞ്ഞ ഭാഗത്തോടുള്ള എൻ്റെ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇവിടെ നിലമ്പൂരിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നിലമ്പൂരാണല്ലോ വിഷയം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ ഈ പ്രസ്താവന അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അവിടെ നമുക്ക് കാണാം. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞു തന്നെ പോകാം. അവിടെ അദ്ദേഹമാണ് മറന്നുപോയത്. എങ്ങനെയാണ് കോൺഗ്രസ് സഹകരിച്ചത് എന്നുള്ളത് മറന്നുപോയത് MV ഗോവിന്ദന് മറുപടി പറഞ്ഞ VD സതീശനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പഴയ കൂട്ടുകെട്ടിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ബുദ്ധിപരമായ നീക്കമെന്നാണ് പറഞ്ഞത്. ആ ബുദ്ധിപരമായ നീക്കം പൊളിക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എന്നതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച്, നീരജ ചൗധരിയെക്കുറിച്ച് ഒന്നും പറയാനല്ല. VD സതീശൻ കൃത്യമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് MV ഗോവിന്ദൻ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം. ഇവിടെ അടവ് നയം യഥാർത്ഥത്തിൽ എടുത്തത് പിണറായി വിജയനാണ്. പഴയ കാര്യങ്ങൾ മുഴുവൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇന്നിരുന്ന് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസം ചർച്ചയാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഈ ഒരു ക്ലാരിറ്റി
മാറ്റിവരുത്തിയില്ലെങ്കിൽ ഈ രീതിയിലേക്ക് ചർച്ച പോകില്ല. എം.വി. ഗോവിന്ദൻ പറഞ്ഞ നയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചർച്ച മാത്രമേ അത് ലിമിറ്റഡ് ആയേനെ. ഇന്ന് 6 മണി മുതൽ 7 മണി വരെ പിണറായി വിജയൻ സംസാരിച്ചതിൽ അദ്ദേഹം വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇതായിരുന്നു വാർത്താ സമ്മേളനത്തിലെ ലക്ഷ്യമെന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ചോദ്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് വന്നത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പതിവിലും ദീർഘമായിരുന്നു. അതായത് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വന്നിരുന്നത് എന്നുള്ളത് ആ വാർത്താ സമ്മേളനം കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ അരുൺ നേരത്തെ അക്കമിട്ട് പറഞ്ഞതുപോലെ നാളെ അത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കൃത്യമായി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്, അതിൽ കോൺഗ്രസുമായി ചേർന്നത് എപ്പോഴാണ്, ഓരോ മണ്ഡലം, ഓരോ സ്ഥാനാർത്ഥി, ഏതൊക്കെ മണ്ഡലത്തിൽ ആരെയൊക്കെ സഹായിച്ചു, കോൺഗ്രസ് എങ്ങനെയൊക്കെ ബന്ധമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇതിനകം തന്നെ നിലമ്പൂർ മണ്ഡലത്തിലും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, പത്രം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ. കാരണം നാളെ പത്രം ഇറങ്ങി അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുമല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകങ്ങൾ പല രീതിയിൽ സ്നിപ്പെറ്റ്സായി ഇതിനകം തന്നെ ആ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ RSSുമായി ജനസംഘവുമായി ഒക്കെ സഖ്യം ചേർന്നത് കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് സ്വന്തം നിലയ്ക്ക് CPIM പോരാടി എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് സ്ഥാപിക്കാനായി ശ്രമിച്ചത്. ഇതിൽ ജനതാ പാർട്ടിയുമായുള്ള സഹകരണം, അത് ഒരു പ്രതിപക്ഷ ഐക്യമുന്നണി, ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്, പ്രതിപക്ഷ ഐക്യമുന്നണി എന്നായിരുന്നു അന്നത്തെ ആ മുന്നണിയുടെ പേര്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും നിന്നത്. അപ്പോൾ ആ പ്രതിപക്ഷ ഐക്യമുന്നണിയുടെ ഭാഗമായി അതിൻ്റെ കൺവീനർ ആരാണെന്ന് നമ്മൾ നോക്കണം. MP വീരേന്ദ്രകുമാർ ആയിരുന്നു പ്രതിപക്ഷ ഐക്യമുന്നണിയുടെ കേരളത്തിലെ കൺവീനർ. അപ്പോൾ ഈ അന്ന് LDF എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല. പ്രതിപക്ഷ ഐക്യമുന്നണി അതിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പേര് CPIM എന്ന് തന്നെയാണ്. അപ്പോൾ ആ CPIM ആ നേതൃനിരയിലുള്ളതുകയും MP വീരേന്ദ്രകുമാർ കൺവീനറായി ഇരിക്കുകയും ചെയ്യുന്ന ആ പ്രതിപക്ഷ ഐക്യമുന്നണി ഒന്നിച്ചാണെന്ന് നിന്നത്. അതിൽ ജനതാ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനതാ പാർട്ടിയുടെ ഭാഗമായ ജനസംഘവും അതിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, ആ ഘട്ടത്തിൽ വിട്ടുപോയിട്ടില്ല എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുന്ന 1977 കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ഈ ജനതാ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്ന് 5 സീറ്റിൽ ജയിച്ചു. അന്ന് ജനസംഘത്തിന് പുറകിൽ നിന്ന് നല്ല കുത്തു കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്ന പരസ്യമായ രഹസ്യമാണ്. അവർക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. KG മാരാരും O രാജഗോപാലും ആരും അന്ന് ജയിച്ചില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവർ അല്ലെങ്കിൽ ആ ഒരു സംഘടന വിലയിരുത്തുന്നത് ഉള്ളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ കുത്താണ് എന്നതാണ്. അതായത് ഈ മുന്നണിയുടെ ഉള്ളിൽ നിന്ന് തന്നെ തങ്ങളെ ചതിച്ചു എന്നത് അവരെന്ന് വിലയിരുത്തുന്നുണ്ട്. കേരളത്തിൽ ആരും ജയിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും ചേർന്ന് ഒരു 5 സീറ്റ് ജയിച്ചത് മാത്രമാണ് അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അപ്പോൾ കാര്യമായ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, UDF ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് വിശദീകരണം തരേണ്ടി വന്നത് എന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൃത്യമായി നേട്ടമുണ്ടാക്കുന്നതിനായി അടവ് നയം എടുത്തത് മുഖ്യമന്ത്രി ഒരു ഡാമേജ് കൺട്രോൾ എന്ന അടവ് നയം എടുക്കുമ്പോൾ കൃത്യമായി ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് പുറത്തൊരു പുതപ്പിടുന്നത് പോലെ ഉപയോഗിക്കാനായിട്ട് ത്തിന്റെ ഉപമയും ഒക്കെ ആയിട്ട് വന്നത് VD സതീശനാണ്. പക്ഷേ അത് ഒത്തില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രി വളരെ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട്. കാരണം ഈ ഒരു പ്രതിപക്ഷ ഐക്യമുന്നണി എന്ന സംവിധാനത്തിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലത്ത് നിൽക്കുന്നത് പോലെ അല്ലല്ലോ പിന്നീടുണ്ടാക്കിയിട്ടുള്ള സഖ്യങ്ങൾ. അപ്പോൾ RSSനെയും ജനസംഘത്തെയും ഒക്കെ കാലാകാലങ്ങളിൽ പിന്തുണയ്ക്കുകയും ഇന്ദിരാഗാന്ധി അടക്കം നടത്തുന്ന കൂടിക്കാഴ്ചയുടെ രാജീവ് ഗാന്ധിയെ അയച്ചതടക്കം പല കാര്യങ്ങളും ചരിത്രരേഖകളിൽ കിടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയെ അയച്ച എങ്ങനെയാണ് കൂടിക്കാഴ്ചകൾ നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഈ ചരിത്രമൊക്കെ VD സതീശൻ മറന്നുപോകാൻ പാടില്ല ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇനിയിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അതിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ നടത്താം. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ടുകൾ തികയുകയാണ്. അപ്പോൾ അതിന്റെ വാർഷിക വേളയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാം. ഇനി കോൺഗ്രസിന്റെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. 1948 ഒക്ടോബറിൽ ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ RSS അംഗങ്ങൾക്ക് കോൺഗ്രസിൽ ചേരുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച നടന്നു. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം RSS അംഗങ്ങൾക്ക് കോൺഗ്രസിൽ ചേരാമെന്നാണ്. അപ്പോൾ അതിൽ 2 രീതിയിൽ സർദാർ പട്ടേലിന്റെ അനുകൂലികളും ജവഹർലാൽ നെഹ്റുവിന്റെ അനുകൂലികളും രണ്ടുപേരും തമ്മിൽ ഭിന്നാഭിപ്രായം ഉണ്ടതിന് ശേഷമാണ്, അതായത് അവിടെ ആ ചർച്ച നടന്നിട്ടുണ്ട്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ആ ചർച്ച നടന്നിട്ടുണ്ട്. അവസാനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ തന്നെ കോൺഗ്രസ് ഈ ചേരാനായിട്ടുള്ള ചേരാ നയമാണ് RSSുമായി എന്നൊക്കെ പറയുമെങ്കിലും ചേരാനുള്ള നയം 1948 മുതലുള്ള ബാക്ക്ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പാലക്കാട് എന്ത് സാർ, പാലക്കാട് ആരെ തുണച്ചു എന്നാണ് സാർ? ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. പാലക്കാട് സന്ദീപ് വാര്യരെ കൊണ്ട് വന്നല്ലോ ഈസി ആയിട്ട്. അത് അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനെ RSSുമായിട്ട് കൂട്ടിയിടക്കേണ്ട. അയാൾ കൊടുത്ത ഭൂമി പോലും വാങ്ങിക്കാത്ത സംഘടനയുടെ പേരാണ് RSS. അല്ല, ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ. അതിനിടയിൽ അല്ല, കോൺഗ്രസ് ഈ 1948 മുതൽ തന്നെ കോൺഗ്രസിന്റെ നയവും നിലപാടും ഇതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവരിപ്പോൾ ഞങ്ങൾ ശുദ്ധരാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വെള്ളക്കൊടി വീശുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് RSSുമായി കാലാകാലങ്ങളിൽ യോജിച്ചു പോകാൻ കോൺഗ്രസ് ശ്രമം നടത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അത് വളരെ വിസിബിൾ ആയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി
ഈ അലഹബാദ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനവും പാർലമെന്റ് അംഗത്വവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തന്നെ മറുഭാഗത്ത് നിന്ന് ആരെങ്കിലും തന്റെ ഒപ്പം കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ അന്നേ ഇന്ദിരാഗാന്ധി നടത്തുന്നതിന്റെ തുടർച്ചയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷമുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ ആരെങ്ങോട്ട് പോയി എന്നതും കൃത്യമായി ചരിത്രരേഖകളിലുള്ളതാണ്. ഇനി EMS-ഉം BTR-ഉം രാമമൂർത്തിയും ജ്യോതി ബസുവും ജ്യോതിർമയി ബസുവും അഹല്യ രംഗനേക്കറും ഒക്കെ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അടിയന്തരാവസ്ഥയുടെ ചരിത്രം അവിടെ മുതൽ നമ്മൾ എടുത്ത് ഓരോന്ന് നോക്കണം. അപ്പോൾ കോൺഗ്രസ് മറുഭാഗത്ത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അന്നുണ്ടായിരുന്ന നേതാക്കൾ ഇന്നിപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛനടക്കം വന്നെടുത്ത നിലപാട് എന്താണ് എന്നതടക്കം നമുക്ക് ആ ഒരു സമയത്ത് തന്നെയാണല്ലോ, ആ പീരീഡിലൊക്കെ ആക്റ്റീവ് ആണല്ലോ. ആ സമയത്ത് തന്നെയാണ് ദേവർസ് ജയിലിൽ കിടന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുന്നത്. അതാ പറഞ്ഞേ, അതാ ഞാൻ പറഞ്ഞേ, ദേവർസിനെ കാണാൻ പോയത് ആരാ? രാജീവ് ഗാന്ധിയാണോ? പിന്നെ 80-ന് ശേഷം. അതാ ഞാൻ പറഞ്ഞത്, കൂടിക്കാഴ്ചകൾ ഇതെല്ലാം നടന്നിട്ടുണ്ടെന്ന് 1948 മുതൽ ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇനി അത് നടക്കില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യം അവർ പ്രഖ്യാപിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? CPI-ന്റെ തലയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം അത് നടപ്പാക്കിയിരിക്കും. മാഡം എത്രയൊക്കെ പറഞ്ഞാലും അത് നടപ്പായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരാം. ജനാധിപത്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് RSS-കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നത്. 3ാമത്തെ ടൈമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാവി പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. മാഡം ഇത്ര അസ്വസ്ഥപ്പെടേണ്ട. അധികാരത്തിലേക്ക് വരാൻ കുറെ കാലം കാത്തിരിക്കണം. ചന്ദ്രബാബു നായിഡു എപ്പോ തുമ്മണമെന്ന് മോദി തീരുമാനിക്കും. താങ്കൾ എത്ര ഈ കുശുമ്പ് കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഒന്നുമില്ല. അത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉടൻ തന്നെ അങ്ങ് തെന്നിത്തെറിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കൃത്യമായി പൂർത്തിയാക്കി പറഞ്ഞ പദ്ധതികൾ നടപ്പാക്കി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവരുടെ സംസ്ഥാനങ്ങളിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ RSS-ഉം സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്ന് തെരുവിലിറങ്ങിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ ഈ അടവ് നയവുമായി കോൺഗ്രസും സമീപിച്ചിട്ടുണ്ട്. RSS-നെ ഒന്നിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നുമില്ല. CPI-എമ്മുമായി ഇപ്പോൾ എന്തോ നിലമ്പൂരിൽ വലിയ ചേർന്ന് പോകാനായി പോകുന്നു, അല്ലെങ്കിൽ പഴയ ബന്ധം ഓർമ്മിപ്പിച്ച് നിലമ്പൂരിൽ വോട്ടാക്കി മാറ്റാണ്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. RSS-ഉം BJP-യും ഒക്കെ അവർക്കൊരു മുന്നണിയുണ്ട്. NDA എന്നാണ് പേര്. അതിനൊരു സ്ഥാനാർത്ഥിയുണ്ട്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അയാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ പിന്നെ M സ്വരാജിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമായി പറഞ്ഞത്. VD സതീശൻ തോൽക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഓരോന്നോരോന്നായി എടുത്തെറിയുകയാണ്. പക്ഷേ അതെല്ലാം തിരിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെ വന്ന് തറയ്ക്കുന്നതാണ് ഇന്നത്തെ ദിവസം കണ്ടത്. അടവ് നയമല്ല MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.